ഒരു ട്രാൻസ്ഫർ വാങ്ങി തന്ന നീ എന്നെ എങ്ങനെ ഇല്ലാണ്ടാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടോടി? ഈ നടപടിയൊക്കെ ഒരു ദിവസം കൊണ്ടേ ഞാൻ മാറ്റിപ്പിച്ച് കാണിച്ചു തരാം. ഞാനേ പോലീസ് യൂണിയന്റെ ഭാരവാഹിയ. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നേ എനിക്കറിയാം. എനിക്കെതിരെയുള്ള ഈ ശിക്ഷ നടപടികളൊക്കെ തീർന്നു കഴിഞ്ഞേ ഞാൻ ഇങ്ങോട്ടൊരു വരവുണ്ടാവും. അന്ന് നിന്നോടും നിന്റെ ചേച്ചിയോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. താനൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. തനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് നന്നായെന്ന് മാത്രം കരുതിയാ മതി. ഇനിയും താൻ ഇവിടെ തുടർന്നെങ്കിൽ തന്റെ അവസ്ഥ കട്ടപ്പുകയായനെ. നീ എന്തടി എന്നെ ഭീഷണിപ്പെടുത്തിയ? നിന്റെ ഡയലോഡി കേട്ടിട്ടൊന്നും ഞാൻ പേടിക്കില്ല. ഞാനൊരു ചുക്കും ചെയ്യില്ലെന്നും പറഞ്ഞ് നീ നിന്റെ കൂട്ടുകാരെ പറഞ്ഞു വിട്ടത് നീ തീരുമാനിച്ചത് അഹങ്കാരമായി പോയെന്ന് ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കാണിച്ചു തരടി. ഓട്ടങ്ങി നിൽക്കട്ടെ അവിടെ. കാലെടുക്കടി. ശബ്ദം ഉണ്ടാക്കണ്ട. പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ചാ താൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്. തന്റെ നിലവിളി കേട്ട് പോലീസുകാർ ഓടി വന്നാ ഞാൻ നടന്നതെല്ലാം അവരോട് പറയും. തന്റെ ട്രാൻസ്ഫറെ ഡിസ്മിസലായി കിട്ടും. താൻ ഒരു ചുക്കും ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞതേ തന്റെ സ്വഭാവത്തെ വിശ്വസിച്ചിട്ടല്ല, എന്റെ കഴിവിനെ വിശ്വസിച്ചിട്ടാ. എന്റെ ചേച്ചിയെ ആശുപത്രിയിൽ അവശ്യ നിലയിൽ കണ്ടപ്പോ തന്നെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അപ്പൊ താൻ യൂണിഫോമിലായിരുന്നു. എന്റെ അച്ഛൻ ധരിച്ച യൂണിഫോമിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ട് ആ യൂണിഫോമിൽ നിന്നും താൻ ഇറങ്ങിയിട്ട് ഞാൻ കണക്ക് തീർക്കാന്ന് തീരുമാനിച്ചു. ഇപ്പൊ താൻ സസ്പെൻഷനിലല്ലേ, അപ്പൊ കുഴപ്പമില്ല. കാലെടുക്കടി. ഒരു പെൺകുട്ടിയുടെ കൈക്കും നല്ല കരുത്തുണ്ടാവുമെന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ. ഇനി മേലാൽ താൻ ഏതെങ്കിലും സ്ത്രീയെ ദ്രോഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്ത ഈ അടി തനിക്ക് ഓർമ്മ വരണം. തനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഏത് നാട്ടിലാണെന്ന് വെച്ചാ അവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കും. വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ താൻ തീരുമാനിച്ച തനിക്ക് ജീവിച്ച് കൊതി തീർന്നെന്ന് ഞാൻ കരുതിക്കോളാം. എന്തായാലും ഫ്രാൻസിസിനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. അപ്പോ ഫ്രാൻസിസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഗോപാൽജി